നമസ്കാരം. പ്രധാന വാർത്തകൾ. സാമ്പത്തിക തട്ടിപ്പ് കേസ് ദിയ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് തള്ളിയത്. വനിതാ ജീവനക്കാരിയായിരുന്ന വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ശരിവെച്ചാണ് കോടതിയുടെ നടപടി. 3 ജീവനക്കാരും അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം ഉടൻ കടക്കും. ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം രൂപയുടെ സാമ്പത്തിക തിരിമറി ജീവനക്കാർ നടത്തിയെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെയും മകളുടെയും പരാതി. അതേസമയം ജീവനക്കാർ തട്ടിക്കൊണ്ടുപോയെന്നാരോപിച്ച് കൃഷ്ണകുമാറിനെതിരെ നൽകിയ പരാതിക്ക് അടിസ്ഥാനമില്ലെന്നും ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ആലുവ ശിവക്ഷേത്രം പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങി. അണക്കെട്ടുകളിൽ നിന്ന് കൂടുതൽ ജലം തുറന്നുവിട്ടതോടെ ആലുവ ശിവക്ഷേത്രം പൂർണ്ണമായി മുങ്ങി. ഈ കാലവർഷത്തിൽ 2ാം തവണയാണ് ക്ഷേത്രം മുങ്ങുന്നത്. ഇതിനു മുമ്പ് ഇക്കഴിഞ്ഞ 16-നാണ് മുങ്ങിയത്. ഇതേ തുടർന്ന് പിതൃതർപ്പണ ചടങ്ങുകൾ പൂർണ്ണമായി കരയിലേക്ക് മാറ്റിയിരുന്നു. അണക്കെട്ടുകൾ തുറന്നതിനൊപ്പം ഇന്നലെ ഇടയ്ക്കിടെ എറണാകുളം ജില്ലയിൽ കനത്ത മഴ പെയ്തതും ജലനിരപ്പ് ഉയരാൻ കാരണമായി. ഒടുവിൽ തീരുമാനം. കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് 3 പേരുകൾ. ഇന്ന് ചേർന്ന UPSC യോഗത്തിലാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച 4 പേരിൽ നിന്ന് ആദ്യ 3 പേരുകാരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയത്. നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരാണ് ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചത്. 4 DGPമാരെയാണ് പരിഗണിച്ചത്. ആദ്യ 3 പേരുകാർക്കുമെതിരെ യാതൊരു പരാതികളും നിലവിലില്ല എന്നത് ഗുണമായി. പട്ടികയിൽ 4ാമനായിരുന്ന മലയാളി മനോജ് എബ്രഹാമിന്റെ പേര് UPSC പരിഗണിച്ചില്ല. ആദ്യ 3 പേരുകാരെ പരിഗണിച്ചതോടെയാണ് മനോജ് എബ്രഹാമിനെ ഒഴിവാക്കിയത്. കൊല്ലത്ത് വീട്ടമ്മയുടെ മാല പൊട്ടിച്ച കേസിൽ ആലപ്പുഴ സ്വദേശിയായ സൈനികൻ അറസ്റ്റിൽ. ആലപ്പുഴ ചിങ്ങോലി സ്വദേശി ഷെഫീഖാണ് അഞ്ചാലമൂട് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇയാൾ കരിപ്പുഴയിൽ വീട്ടമ്മയുടെ മാല പൊട്ടിച്ചത്. സ്കൂട്ടറിലെത്തി വഴി ചോദിച്ച ശേഷം പ്രതി വീട്ടമ്മയുടെ സ്വർണ്ണമാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. വെസ്റ്റ് ബംഗാളിൽ കരസേനയിൽ ക്ലർക്ക് തസ്തികയിൽ ജോലി ചെയ്യുകയാണ് ഷെഫീഖ്. അവധിക്ക് നാട്ടിലെത്തി ജൂലൈ 5-ന് മടങ്ങിപ്പോകാനിരിക്കെയാണ് കവർച്ച നടത്തിയത്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി. നാവികസേന ആസ്ഥാനത്തെ ക്ലർക്ക് അറസ്റ്റിൽ. ഹരിയാന സ്വദേശി വിശാൽ യാദവിനെയാണ് രാജസ്ഥാൻ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തത്. പാകിസ്ഥാന് നിർണായക വിവരങ്ങൾ ചോർത്തി നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയായ ISSIക്ക് വേണ്ടി വർഷങ്ങളോളം ചാരപ്പണി നടത്തിയതായും ഓപ്പറേഷൻ സിന്ദൂറിനിടെ പോലും ചാരപ്പണി നടത്തിയതായും ആരോപിക്കപ്പെടുന്ന ഇയാളെ ഡൽഹിയിലെ നാവികസേന ആസ്ഥാനത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്തത്. വിശാൽ യാദവ് നാവികസേനയുമായും മറ്റ് പ്രതിരോധ യൂണിറ്റുകളുമായും ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാൻകാരിയായ ഒരു സ്ത്രീക്കാണ് കൈമാറിയത്. പണത്തിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും ഇയാളുടെ സെൽഫോണിൽ നിന്നുള്ള ഡാറ്റയിൽ കണ്ടെത്തി. പറവൂരിൽ ദമ്പതികൾ ആത്മഹത്യ ചെയ്ത നിലയിൽ. കടവത്ത് റോഡിൽ കണ്ണമ്പറമ്പിലെ വീട്ടിനുള്ളിലാണ് ദമ്പതികളായ സുരേന്ദ്രനെയും സജിതയെയുമാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെട്ടി ഓട്ടോറിക്ഷ ഡ്രൈവറാണ് സുരേന്ദ്രൻ. 2015-ലെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വാർഡ് 22-ൽ LDF സ്ഥാനാർത്ഥിയായിരുന്നു സജിത. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ആത്മഹത്യയെന്നാണ് സൂചന. സുരേന്ദ്രനും സജിതയ്ക്കും പറവൂരിൽ 2 വീടുകളുണ്ടായിരുന്നു. ഇതിൽ അടച്ചിട്ട വീട്ടിൽ വെച്ചാണ് ഇവർ ആത്മഹത്യ ചെയ്തത്. ഇന്നലെ ഉച്ചയ്ക്ക് വീട് വൃത്തിയാക്കാനായി 2 പേരും അവിടെ എത്തിയിരുന്നു. രാത്രിയിലും ഇരുവരെയും ആ വീട്ടിൽ വെച്ച് നാട്ടുകാർ കണ്ടിരുന്നു. രാവിലെ ബൈക്ക് കണ്ടതിനെ തുടർന്ന് നാട്ടുകാരെത്തി വീട് പരിശോധിച്ചപ്പോഴാണ് 2 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹോദരന്റെ ഭാര്യയെ വീട്ടിലാക്കാൻ പോകുന്നതിനിടെ അപകടം. ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. തിരൂർ തലക്കടത്തൂർ പരന്നേക്കാട് നഗറിലെ കൊത്തുള്ളിക്കാവ് ബാബുവിന്റെയും അമ്മിണിയുടെയും മകൻ അനീഷ് ബാബുവാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 7:30-ന് തൃശൂർ നെല്ലിക്കുന്നത്ത് വെച്ചാണ് അപകടമുണ്ടായത്. വിദേശത്തേക്ക് പോകുന്ന സഹോദരനെ കോഴിക്കോട് എയർപോർട്ടിൽ ഇറക്കിയതിനു ശേഷം സഹോദരന്റെ ഭാര്യയെ അവരുടെ തൃശൂരുള്ള വീട്ടിലേക്ക് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുമ്പോൾ എതിർവശത്ത് നിന്ന് വന്ന ലോറി ഇടിക്കുകയായിരുന്നു. ഉടനെ തന്നെ നാട്ടുകാർ തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സഹോദര ഭാര്യ രഹന ഓട്ടോറിക്ഷയിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണു. നിസാര പരിക്കേറ്റ രഹന രക്ഷപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന മറ്റു സഹോദരന്റെ മകനായ പ്രവീണിന്റെ കാലിനും മുഖത്തിനും മാരകമായ പരിക്കേറ്റു. പ്രവീൺ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. M. സ്വരാജിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. പൂക്കളുടെ പുസ്തകം എന്ന ഉപന്യാസമാണ് സ്വരാജിന് പുരസ്കാരം നേടിക്കൊടുത്തത്. ഉപന്യാസ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ എൻഡോമെന്റ് അവാർഡാണ് സ്വരാജിന് ലഭിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായിരുന്നു തൃപ്പൂണിത്തുറ മുൻ MLA കൂടിയായ സ്വരാജ്.
ആര്യാടൻ ഷൗക്കത്തും സംഘവും കാട്ടിൽ കുടുങ്ങി, ഒടുവിൽ രക്ഷ. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വാണിയമ്പുഴ ഉന്നതിയിലെ ബില്ലിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വാണിയമ്പുഴയിലെത്തിച്ച് തിരികെ മടങ്ങുന്നതിനിടയിലാണ് ഷൗക്കത്തും സംഘവും കാട്ടിൽ കുടുങ്ങിയത്. ഡിങ്കി ബോട്ടിന്റെ എഞ്ചിൻ തകരാറിനെ തുടർന്ന് ആര്യാടൻ ഷൗക്കത്തും സംഘവും 2 മണിക്കൂറോളം കുടുങ്ങി. ഒടുവിൽ എഞ്ചിൻ തകരാർ പരിഹരിച്ചതോടെ ചാലിയാറിന് ഇപ്പുറം ഷൗക്കത്തിനെയും സംഘത്തെയും എത്തിച്ചു. ബുധനാഴ്ച വൈകിട്ടാണ് മുണ്ടേരി ഉൾവനത്തിലെ വാണിയാമ്പുഴ ഉന്നതിയിലെ ബില്ലി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പെരുമഴ, 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. എറണാകുളം, തൃശൂർ, ഇടുക്കി, കോട്ടയം, വയനാട് എന്നീ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ്. അതേസമയം നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. നാളെ 5 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്.